ചെങ്ങന്നൂരിൽ നിന്ന് യാത്ര തിരിച്ച നമ്മൾ പമ്പയിലെത്തിച്ചേർന്നു. പമ്പാ കവാടത്തിൽ പുലിപ്പുറത്ത് മണികണ്ഠൻ. പുണ്യനദി പമ്പ. വ്രതശുദ്ധിയുടെ നാടുകൾ താണ്ടിയെത്തിയ ഭക്തർ പമ്പയിലെ പുണ്യതീർത്ഥത്തിൽ മുങ്ങി ഉയർന്ന് പാപങ്ങളിൽ നിന്ന് മോചനം നേടുന്നു. പുഴ പമ്പയിൽ നമ്മുടെ അരയളവിന് വെള്ളമുണ്ട്. ശുദ്ധമായ വെള്ളമാണ്. പമ്പാ സ്നാനം ശരീരത്തെയും ഒപ്പം മനസ്സിനെയും പവിത്രമാക്കുന്നു. പമ്പയുടെ തീരത്തുള്ള വനത്തിൻ്റെ കാഴ്ചകളാണ്. ശരണം വിളികളോടെ തണുത്തുറഞ്ഞ പമ്പയിലേക്ക് മെല്ലെ അമരുമ്പോൾ മനസ്സിലെ ആശങ്കകളകന്ന് ഒരു ദിവ്യപ്രകാശം മനസ്സിൽ നിറയും. സർവപാപങ്ങളിൽ നിന്നും മോചനം. ഇത് ഓഫ് സീസണിലാണ്. അതാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് പമ്പയിൽ നിറയെ ആൾക്കാരുണ്ടാവും. ഇപ്പോഴും ഭക്തർക്ക് കുറവൊന്നുമില്ല. എന്നാലും ഇതെല്ലാം സീസൺ ടൈമിൽ ഭയങ്കരമായ തിരക്കായിരിക്കും. ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പിന്നെ വിദേശത്തു നിന്നും എത്തുന്ന ഭക്തർ പമ്പാ സ്നാനം കഴിഞ്ഞ് ശരണം വിളികളോടെ പമ്പാ ഗണപതിയെ കണ്ട് വണങ്ങി നാളികേരമുടച്ച് പവിത്രമായ നീലിമലയിലേക്ക് കാലെടുത്ത് വയ്ക്കും. പമ്പയുടെ തീരത്തുള്ള ഹോട്ടലുകളും കച്ചവട സ്ഥാപനങ്ങളും ദേവനും ഭക്തനും ഒന്നാകുന്ന അപൂർവതയാണ് ശബരിമലയിൽ. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകറ്റി അയ്യപ്പൻ തങ്ങളെ കാക്കുമെന്ന അചഞ്ചലമായ വിശ്വാസത്തോടെ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് അഭയം നൽകി അനുഗ്രഹിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തണം. ഇത് പമ്പയിലെ നടപ്പന്തലാണ്. വെയിലും മഴയും കൊള്ളാതെ ഭക്തർക്ക് പമ്പയിൽ നിന്ന് കുളി കഴിഞ്ഞ് മുന്നോട്ട് പോയി ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരെ എത്താനുള്ള നടപ്പന്തലാണ്. വളരെ മനോഹരമായ നടപ്പന്തലാണ്. വളരെയധികം സൗകര്യങ്ങളുണ്ട്. ഓരോ മാസത്തിലും ക്ഷേത്രം തുറക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും കൂടുതലും മലയാളികൾ തന്നെയാണ് ആ സമയത്ത്. അതേപോലെ തന്നെ കൊച്ചയ്യപ്പന്മാരാണ് കൂടുതലും. കുട്ടികൾ ധാരാളം കൊച്ചു സ്വാമിമാർ ഈ സമയത്ത് നമുക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത് കാണാൻ കഴിയും. നടപ്പന്തലും കഴിഞ്ഞ് ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടുകളിൽ കർപ്പൂരം കത്തിച്ചിട്ടാണ് സ്വാമിമാർ പടികൾ കയറുക. ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടുകളാണ്.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്തേ, വണക്കം. സ്വാമിയേ ശരണമയ്യപ്പ.